മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം ഒരു ദാക്ഷിണ്യവുമില്ലാതെ വർദ്ധിപ്പിച്ച നടപടി സർക്കാർ പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. മത്സ്യബന്ധനം തന്നെ പ്രതിസന്ധിയിലായ സമയത്ത് തൊഴിലാളികൾക്ക് ഇരുട്ടടിയായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട അംശാദായം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഒരു വർഷത്തേക്ക് 100 രൂപ അടച്ചിരുന്നത് 300 രൂപയായും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ അടച്ചിരുന്ന 240 രൂപയിൽ നിന്ന് 600 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളുടെ ക്ഷേമനിധിയിൽ അടയ്ക്കേണ്ട തുക 10 മടങ്ങിലാണ് വർദ്ധിപ്പിച്ചത്. 24 അടി ഫൈബർ വള്ളക്കാർ വർഷത്തിൽ 240 രൂപ അടച്ചിരുന്നത് 600 രൂപയായും ഇടത്തരം ചെറുവള്ളങ്ങളുടേത് 430 രൂപയുണ്ടായിരുന്നത് 1080 രൂപയുമായി വർദ്ധിപ്പിച്ചു. ഇൻബോർഡ് വള്ളക്കാരുടെ വിഹിതം വർഷത്തിൽ 13,500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട പെൻഷൻ തുടങ്ങി മറ്റു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങിയിട്ട് മാസങ്ങളായി. ട്രോളിംഗ് സമയത്ത് പോലും കൃത്യമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ സർക്കാർ നൽകിയില്ല. ക്ഷേമനിധി വിഹിതം ഒരു ദാക്ഷിണ്യവുമില്ലാതെ വർദ്ധിപ്പിച്ച നടപടി സർക്കാർ പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി പ്രസിഡന്റ് സതീശൻ കുരിയാടി പറഞ്ഞു. മത്സ്യബന്ധനം തന്നെ പ്രതിസന്ധിയിലായ ഈ സമയത്ത് ഒരു ഇരുട്ടടിയായാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം അംശാദായം വർദ്ധിപ്പിച്ച സർക്കാർ നടപടി ഉണ്ടാകുന്നത്. നേരത്തെ ക്ഷേമനിധിയിൽ ഒരു മത്സ്യത്തൊഴിലാളി 100 രൂപ അംശാദായം അടച്ച സ്ഥലത്ത് അത് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 300 രൂപയായി. അനുബന്ധ തൊഴിലാളികൾ 240 രൂപ വർഷത്തിൽ അടിച്ചിരുന്നത് 600 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾക്ക് 24 അടി വള്ളത്തിന് 240 രൂപ ഉണ്ടായിരുന്നത് 600 രൂപയായും, അതുപോലെ തന്നെ അതിൽ കുറച്ച് വലിപ്പമുള്ള 430 രൂപ അടച്ചിരുന്ന 28 അടി വള്ളങ്ങൾക്ക് 430 രൂപ അടച്ചിരുന്നത് 1080 രൂപയായുമാണ് വർദ്ധിപ്പിച്ചത്. അതുപോലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഇമ്പോർട്ട് വള്ളങ്ങൾ അതിന് ഒരു വർഷത്തിൽ 13,500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ഇതൊക്കെ വർദ്ധിപ്പിച്ചപ്പോഴും മത്സ്യത്തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ 1 രൂപ പോലും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അംശാദായത്തിനൊപ്പം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഒന്നും വർദ്ധിച്ചില്ല. നേരത്തെയുള്ള ആനുകൂല്യങ്ങൾ തന്നെ പെൻഷനും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളടക്കം പ്രസവാനുകൂല്യങ്ങളടക്കം മാസങ്ങളോളം കുടിശ്ശികയായി കിടക്കുകയാണ്. അതിനൊന്നിനും ഒരു പരിഹാരം സർക്കാർ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ട്രോളിംഗ് നിരോധന സമയത്ത് പോലും മാസങ്ങളോളം പെൻഷൻ കൊടുക്കാത്തൊരവസ്ഥയുണ്ടായി. വർദ്ധിപ്പിച്ച നടപടി അടിയന്തരമായി പിൻവലിക്കണം, അല്ലെങ്കിൽ ശക്തമായ സമരത്തിൽ സർക്കാർ നേരിടേണ്ടി വരും. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് പോലും ബോട്ടുകാർക്കും പരമ്പരാഗത വള്ളക്കാർക്കും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. സാധാരണ ക്ഷേമനിധിയിൽ നടക്കുന്ന വ്യക്തിഗതാംശാദായം 60 വയസ്സ് കഴിഞ്ഞാൽ അടച്ച സംഖ്യയും 5.5% പലിശയും ചേർത്ത് എല്ലാ ക്ഷേമനിധി ബോർഡും തിരിച്ചു നൽകാറുണ്ട്. എന്നാൽ ഇതുവരെയായി ഒരു മത്സ്യത്തൊഴിലാളിക്കും ഇത് ലഭിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്താൻ കഴിയാതെ ബാങ്കുകളുടെയും മറ്റും ഭീഷണി നേരിടുകയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.